നമസ്കാരം. രുചിഭേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഏത് ഫുഡിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. ഈ വെജിറ്റബിൾ കറിയുടെ പേരാണ് ബ്രെഡ് വെജിറ്റബിൾ മിക്സ്. ഈ ഡിഷിന് എന്തൊക്കെ വേണമെന്നും അതെങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് അജിതയോട് ചോദിക്കാം. ആദ്യം ഇതിനാവശ്യമായ ചേരുവകൾ പറയാം. ബ്രെഡ്, കാബേജ്, ബീൻസ്, ക്യാരറ്റ്, തക്കാളി സോസ്, സോയ സോസ്, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സെലറി, സവാള, വെളിച്ചെണ്ണയും കൂടെ വേണം. ഇത്രയാണ് നമുക്കിതിന് വേണ്ട ചേരുവകൾ. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം, ആദ്യം പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ. പ്രിപ്പറേഷൻ ആദ്യം നമുക്ക് ബ്രെഡ് വറുത്തെടുക്കാം. ബ്രെഡ് ഇത് എത്ര പീസായി ബ്രെഡ്? 3 പീസാണ്. 3 പീസ് ബ്രെഡ് ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയത്. എണ്ണ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. പക്ഷെ എണ്ണ ചൂടാക്കിയിട്ടാണ് ഞാൻ ആദ്യം കൊണ്ടുപോയി എണ്ണ ഒഴിച്ചു. സോറി. ഇത് ബ്രൗൺ കളർ ആവണം, നന്നായിട്ട് ഫ്രൈ ആകണം. ഇത് ഇതിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വെജിറ്റബിൾസ് നിറയുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അധികം ഓയിലി അങ്ങനെ ഇതൊന്നും അധികം വരുന്നില്ല. പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഏത് ഫുഡിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ചോറിനും അല്ലേ, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇത് നെയ്യിൽ വറുക്കണം എന്നുണ്ടോ? ഇല്ല, വെളിച്ചെണ്ണ തന്നെ വറുക്കണം. ഇത് ഇവിടെ നമ്മുടെ ഈ ഇവിടുത്തെ ഫുഡാണോ അതോ ചൈനീസ് അങ്ങനെ എന്തെങ്കിലും ആണോ? ഇത് ചൈനീസ് വിഭവമാണ്. കാരണം സെലറി ഒക്കെ ബ്രെഡ് നല്ല ഫ്രൈ ആയി. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയൊക്കെ വഴറ്റാം. ആദ്യം ഇഞ്ചി ഇടാം. ഒരു ചെറിയൊരു കഷ്ണം പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഏകദേശം ഒരു 5 പച്ചമുളക്,
സാമാന്യം ഒരു ചെറിയ വലുപ്പമുള്ള 2 സവാള. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലോ? ചെറിയ ഉള്ളി അല്ലേ, സവാള തന്നെ വേണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം, ഈ സവാളയിലേക്ക്. കാരണം ഇതൊന്ന് വഴന്ന് കിട്ടാനും. വേഗം മൊരിഞ്ഞ് കിട്ടും അല്ലേ? ലാസ്റ്റ് ഇട്ടാൽ മതിയോ? അതൊന്ന് അരിയണം. സെലറി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഇല മാറ്റിയിട്ട് ഇതിൻ്റെ തണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇലയല്ല അല്ലേ, തണ്ടാണ്. അതുകൂടെ കൂടിയിട്ട് അതെ, ഇത് നന്നായിട്ട് വഴകയും